എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫിയസ്റ്റോ എന്ന് പറഞ്ഞ ഒരു സ്പാനിഷ് ത്രില്ലർ മൂവിയുടെ കഥയാണ്. സിനിമയുടെ തുടക്കം കാണിക്കുന്നത് ഒരാൾ ഷൂ പോളിഷ് ചെയ്യുന്നതിനിടയ്ക്ക് ന്യൂസ് കേൾക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റ് ആൾക്കാരെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയാണ്. ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷൻ കണക്കിലെടുത്തുകൊണ്ട് അടുത്ത 15 ദിവസത്തേക്ക് സ്പെയിനിൽ ലോക്ക്ഡൗൺ ആയിരിക്കുന്നു. ഈ കഥ നടക്കുന്നത് കോവിഡിൻ്റെ സമയത്താണ്. പിന്നെ കാണിക്കുന്നത് ഒരു ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടി പേടിച്ചോടാണ്. അപ്പോൾ ആൾ ഭയങ്കര അവശതയാണ്. സ്പീഡിലൊന്നും അല്ല ഓടണേ, ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് ഓടണേ. ഡ്രസ്സൊക്കെ ആകെ മുഷിഞ്ഞ് മേത്തൊക്കെ ചതഞ്ഞ പാടുകളുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചോരയും വരുന്നുണ്ട്. അവൾ ഓടി ഓടി ഒരു പ്ലേ ഗ്രൗണ്ടിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ പെൺകുട്ടി ഇങ്ങനെ കാണിക്കുകയാണ്. അവളുടെ കൈപ്പത്തിയോട് ചേർത്ത് വെച്ച് വൈക്കോല് കൊണ്ടുണ്ടാക്കിയ ഒരു പാവ ഇങ്ങനെ കെട്ടി വച്ചേക്കാണ്. അപ്പോഴേക്കും പുറകിലായിട്ട് ഒരു പോലീസ് വണ്ടി വരും. അതിൽ നിന്ന് ഒരു പോലീസുകാരൻ ഇറങ്ങിയിട്ട് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ ഓക്കെ അല്ലേ? ഈ പെൺകുട്ടി ഒച്ചത്തിൽ അലറാണ്. അത് കഴിഞ്ഞ് എഴുതി കാണിക്കുകയാണ് ഡേ 1 ലോക്ക്ഡൗൺ. പിന്നെ കാണിക്കുന്നത് ഈ പോലീസുകാർ ആ പെൺകുട്ടിയെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. ഈ കേസ് അന്വേഷിക്കുന്നത് ഇൻസ്പെക്ടർ സാമുവൽ ഗ്രാസിയും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ഒരു ലേഡി ഓഫീസർ കാസ്ട്രോയാണ്. കോവിഡ് ആണെങ്കിലും ഹോസ്പിറ്റലിൽ വരുന്ന ഒരാൾ പോലും മാസ്ക് വെച്ചിട്ടില്ല. അപ്പോഴേക്കും സാമുവൽ വരും. അപ്പോൾ കാസ്ട്രോ ചെല്ലുമ്പോൾ പറയും, ആ പെൺകുട്ടി ആരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല, ഞങ്ങൾ ഫിംഗർ പ്രിൻറ്റ് വെച്ച് നോക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ ലിഫ്റ്റിൽ കയറി പോവാണ്. അപ്പോൾ കാസ്ട്രോ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സാമുവൽ പറയും, അവരതിന് അമ്മയെ കാണാൻ സമ്മതിച്ചില്ല. ഈ സാമുവലിൻ്റെ അമ്മ ഒരു റിട്ടയർമെൻറ്റ് ഹോമിലാണ് താമസിക്കുന്നത്. സാമുവൽ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിൻ്റെ ബോയ് ഫ്രണ്ടിന് എങ്ങനെയുണ്ട്? കാസ്ട്രോ പറയും, ഞങ്ങൾ ഐസൊലേഷനിലാണ് വീട്ടിൽ. കാസ്ട്രോൻ്റെ ബോയ് ഫ്രണ്ട് കാർലോസിന് കോവിഡാണ്. അപ്പോൾ എല്ലാവരെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് കാരണം വീട്ടിൽ തന്നെ ഐസൊലേഷനിൽ ഇരിക്കുകയാണ്. ഇവർ ആ കുട്ടിയുടെ മുറിയിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും ഒരു ലേഡി ഓഫീസർ വന്നിട്ട് പറയാണ്, നമ്മൾ ആളെ ഐഡൻറ്റിഫൈ ചെയ്തു. അവളുടെ പേര് സോയ ബ്ലാങ്കോ. 3 മാസമായിട്ട് മിസ്സിംഗ് ആയിരുന്നു. അപ്പോഴേക്കും അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ വന്നിട്ട് പറയും, ഈ കുട്ടിയുടെ കയ്യിലും കാലിലും ഒക്കെ കെട്ടിയിട്ട പാടുണ്ട്. അതുപോലെ ആളുടെ കണ്ണും മുഖവും ഒക്കെ കണ്ടിട്ട് എവിടെയോ അടച്ചിട്ടേക്കായിരുന്നു, ഫുൾ ടൈം പൂട്ടിയിട്ട നിലയിലാണ്. ഇവർ പുറത്തുനിന്ന് ജനലിൽ കൂടി അകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാർ അകത്ത് ആ കുട്ടിയുടെ ബോഡി ഇങ്ങനെ തിരിച്ചു കിടത്തിയിട്ട് പരിശോധിക്കുകയാണ്. അപ്പോൾ കഴുത്തിന് പുറകിലായിട്ട് ഒരു റെഡ് സർക്കിളിനുള്ളിൽ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു സിമ്പല് ടാറ്റു ചെയ്ത പോലെയുണ്ട്. ഡോക്ടർ പറയും, ഇനിയിപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റ് വന്ന് നോക്കണം, അതുപോലെ ഒരു സൈക്കോളജി, പോസ്റ്റ് ട്രോമാറ്റിക് സൈക്കോളജിസ്റ്റും കൂടെ വന്ന് നോക്കിയാലേ നമുക്ക് എന്തെങ്കിലും ഇനി പറയാൻ പറ്റുള്ളൂ. സാമുവൽ ചോദിക്കുന്നുണ്ട്, ഞാനൊന്ന് അകത്ത് കയറി കുട്ടിയെ കണ്ടോട്ടെ എന്ന്. അപ്പോൾ ഡോക്ടർ പറയും, മാസ്ക് വെച്ചിട്ട് അകത്തേക്ക് കയറിക്കോളും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് കാസ്ട്രോ 2 ഓഫീസേഴ്സിനെ സാമുവലിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് ഏജന്റ് റാമോസും ഏജന്റ് അൾട്ടുനയും. ഇവരാണ് സോയേനെ കണ്ടതും ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തതും. റാമോസ് പറയുന്നുണ്ട്, ഞങ്ങൾ പെട്രോളിങ്ങിന് ഇറങ്ങിയതായിരുന്നു, ആരെങ്കിലും ലോക്ക്ഡൗൺ തെറ്റിക്കുണ്ടോയെന്ന് അറിയാൻ. അപ്പോഴാണ് ഇവളെ കണ്ടത്. ആ കുട്ടിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? സാമുവൽ പറയും, ഷോക്കിലാണ്. റാമോസ് കാർഡ് കൊടുത്തിട്ട് പറയുകയാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറയും. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് സാമുവൽ കാർഡ് മേടിച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസ്ട്രോയ്ക്ക് ഒരു കോള് വരാണ്. കോൾ അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ട് പറയും, എമർജൻസി സർവീസിൽ നിന്നാണ് വിളിച്ചേ, അവർക്ക് ഇപ്പോൾ ഒരു കോള് വന്നിരുന്നു, ഈ പെൺകുട്ടിയെ ഒരു ഡ്രൈവർ സാൻ വിൻസെൻ്റ് ഇൻ്റർസെക്ഷൻ പോയിന്റിൽ വെച്ച് കണ്ടിരുന്നു എന്ന്. പിന്നെ കാണിക്കുന്നത് ഇവർ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ സോയയുടെ അമ്മ ജൂലിയ വാതിൽ തുറന്ന ഉടനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ മോളെ കിട്ടിയോ? ഇവർ പറയും, മോളെ കിട്ടി, അവളെ ആരോ കിഡ്നാപ്പ് ചെയ്തതായിരുന്നു, ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്, ഒരു ഷോക്കിലാണ്, ജീവനോടെ ഉണ്ട്, അത് തന്നെ വലിയ കാര്യം. അവർ വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ കമ്മീഷണർ വന്നിട്ടുണ്ടാവും. അയാൾ സാമുവലിനോട് പറയും, ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണക്കിലെടുത്ത് ഒരുപാട് ഓഫീസേഴ്സിനൊന്നും നമുക്ക് വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ 2 പേരും കൂടി ഈ കേസ് അന്വേഷിച്ചാൽ മതി. അത് കഴിഞ്ഞ് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് 2 പേരും കൂടി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ റോഡിലൊക്കെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല. കാസ്ട്രോയെ വീട്ടിലാക്കിയിട്ടാണ് സാമുവൽ പോണത്. വീട്ടിലെത്തിയ വഴി കാസ്ട്രോ കാർലോസിൻ്റെ മുറിയുടെ പുറത്ത് പോയി ചോദിക്കുന്നുണ്ട്, ഇന്ന് എങ്ങനെയുണ്ട്? അപ്പോൾ അയാളെ പറയും, എനിക്ക് ചെറിയ പനിയും ചുമയും ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, നീ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ കാസ്ട്രോ പറയാണ്, ഇന്ന് ഞങ്ങൾക്ക് പുതിയൊരു കേസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ഡേ 2 ലോക്ക്ഡൗൺ ആണ്. ഇവർ 2 പേരും കൂടി ഈ കുട്ടിയെ ഡ്രൈവർ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ കാസ്ട്രോ പറയും, ഡിസംബർ 20-ാം തീയതിയാണ് ഈ കുട്ടിയെ കാണാതായത്. രാവിലെ ബൈക്കും കൊണ്ട് പോയതാണ്, അപ്പോഴാണ് അവളെ കാണാണ്ടായത്. ബൈക്ക് ദൂരെ ഒരു സ്ഥലത്തുനിന്ന് പിന്നീട് കിട്ടി. അന്ന് ലോക്കൽ ക്രിമിനൽസിനെയും ഈ കുട്ടിയെ പരിചയമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തെങ്കിലും ഒന്നും കിട്ടിയില്ല. സാമുവൽ പറയുന്നുണ്ട്, അപ്പം നമുക്ക് ഇത് ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം.
ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാസ്ട്രോ പറയും "ദേ, അതാണ് സാൻ വിൻസെൻ്റെ പോയിന്റ്." അപ്പോൾ ഒരു ഹെയർ പിൻ വളവിലുള്ള ഒരു സ്ഥലം, ചുറ്റും കാടാണ്. അവരവിടെ വണ്ടി നിർത്തി ഇറങ്ങി നോക്കുമ്പോൾ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു നടപ്പാത പോലെ കാണും. അവരതിലേക്കൂടെ പോവാണ്. കാട്ടിലൂടെ കുറച്ച് നടന്നു കഴിയുമ്പോൾ താഴെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് ബിൽഡിങ് കാണും. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണില്ല, പക്ഷെ പുറത്തൊരു വാൻ കിടപ്പുണ്ട്. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അതിൽ കിടന്ന് ഉറങ്ങാണ്. പെട്ടെന്ന് അകത്ത് നിന്ന് ഒരാൾ വരും. പോലീസാണെന്ന് മനസ്സിലായത് അവൻ ഓടാണ്. പിറകെ ഇവർ ഓടും. ഓടരുത്, പോലീസാണ്, നിൽക്കാൻ പറഞ്ഞിട്ട് അവൻ നല്ല സ്പീഡിൽ ഓടാണ്. അവസാനം രണ്ടുപേരും രണ്ട് സൈഡിൽ കൂടെ ചെന്ന് അവനെ പിടിക്കാണ്. നോക്കുമ്പോൾ എന്താ, ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഡ്രഗ്സിൻ്റെ ചെടി വളർത്താണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ സ്വന്തം ഉപയോഗത്തിനായിട്ടാണ് ഇത് വളർത്തുന്നത്, അല്ലാണ്ട് പുറത്തേക്കൊന്നും ഞങ്ങളിത് കൊടുക്കണില്ല. ഇവരുദ്ദേശിച്ച ആളല്ല എന്ന് മനസ്സിലായപ്പോൾ അവർ തിരിച്ചു വരാണ്. വണ്ടിയിലേക്ക് കയറാൻ നേരത്ത് കാസ്ട്രോയ്ക്ക് ഒരു കോള് വരാണ്, സോയ്ക്ക് ബോധം വീണു എന്നും പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ഈ ട്രോമ സ്പെഷ്യലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ ഡോക്ടറുടെ പേര് പാസ് എന്നാണ്. അപ്പോൾ അവർ പറയും ആൾക്ക് നല്ല ക്ഷീണമുണ്ട്, എന്നാലും അമ്മയെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. സാമുവൽ ചോദിക്കുന്നുണ്ട് ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. ആ ഡോക്ടർ പറയും അതിപ്പോൾ അവളെ നമുക്ക് ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റൂല. ഇപ്പോൾ സാമുവൽ പറയുന്നുണ്ട് ആ കുട്ടി എന്തെങ്കിലും ഒരു സൂചന തന്നാലേ നമുക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റൂ. സമയമെടുക്കും തോറും അയാൾ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ വേറെ പെൺകുട്ടികളെ കിഡ്നാപ്പ് ചെയ്യാനോ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർ പറയും അവൾക്കാദ്യം അവൾ സേഫ് ആണെന്നൊരു തോന്നൽ വരണം, എന്നാലേ നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പറ്റൂ. നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പരമാവധി ശ്രമിക്കാം. സാമുവൽ കാസ്ട്രോട് ചോദിക്കുന്നുണ്ട് ആ കുട്ടിയുടെ അച്ഛനോ? കാസ്ട്രോ പറയും അയാൾ മൈനിലാണ് ജോലി ചെയ്തിരുന്നത്, നേരത്തെ മരിച്ചു പോയതാ. അന്ന് കാണാതായ സമയത്ത് അവളുടെ സ്റ്റെപ്പ് ഫാദറിന് സംശയം ഉണ്ടായിരുന്നു. ആ കുട്ടിയെ കാണാതായ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ കുട്ടിയുടെ അമ്മയും ആ സ്റ്റെപ്പ് ഫാദറും തമ്മിൽ ഡിവോഴ്സായി. അവിടം വരെ ഒന്ന് പോകാമെന്നും പറഞ്ഞ് ഇവര് ആ കുട്ടിയുടെ സ്റ്റെപ്പ് ഫാദറിൻ്റെ അടുത്തേക്ക് പോവാണ്. അയാൾ ഒരു വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. ഇവരെ കണ്ടതും അയാൾക്ക് കാര്യം മനസ്സിലായി, പോലീസാണെന്ന്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് അവൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞത് ശരിയാണല്ലേ, എങ്ങനെയുണ്ട് അവൾക്ക്? അപ്പോൾ സാമുവലും കുഴപ്പമില്ല. സാമുവൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ല എന്നാണ് ഞങ്ങൾ കേട്ടത്. അപ്പം അയാൾ പറയുന്നുണ്ട് ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് എന്നെ ചോദ്യം ചെയ്യുന്നത്, ഇതിനു മുമ്പ് വന്നവർ ഇവിടെയൊക്കെ അരിച്ചു പെറുക്കി പരിശോധിച്ചിട്ട് പോയതാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ തമ്മിൽ അത്ര ചേർച്ചയിലല്ലായിരുന്നു. എനിക്ക് ആ കൊച്ചിനെ ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ആ കുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഇനി കൂടുതൽ നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലെങ്കിൽ എനിക്ക് കുറച്ച് പണിയുണ്ടെന്നും പറഞ്ഞ് അയാൾ പോവാണ്. അവർക്ക് അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടില്ല. പിന്നെ ഓഫീസാണ് കാണിക്കുന്നത്. സാമുവൽ പഴയ കേസ് ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാസ്ട്രോയുടെ അടുത്ത് പറയും ഇത് നോക്കിയേ, കഴിഞ്ഞ ആഴ്ച ഒരു കൊറിയൻ വുമണിനെ മാനുവൽ ഗോമസ് എന്ന് പറഞ്ഞ ആൾ തൻ്റെ SUവിലേക്ക് നിർബന്ധിച്ച് കയറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസ്. ഇയാൾ താമസിക്കുന്നത് ആ സോയെ കണ്ട ഇൻ്റർസെക്ഷൻ പോയിന്റിൻ്റെ അടുത്താണ്. അപ്പോൾ കാസ്ട്രോ പറയുന്നുണ്ട് ഇയാളുടെ പേര് തന്നെ ഡോഗ് കില്ലർ എന്നാണ്. ഇവർ അവിടേക്ക് ചെല്ലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഗേറ്റിൻ്റെ അടുത്തെത്തിയതും ഒരു പട്ടി കുറച്ചുകൊണ്ട് അടുത്തേക്ക് ഓടി വരും. അപ്പോൾ അതിനെ ചെങ്ങലയ്ക്ക് ഇട്ടിട്ടുണ്ട്. കാസ്ട്രോ എന്തെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പട്ടിയെ നല്ല ഒച്ചത്തിൽ ചീത്ത പറയണം, മിണ്ടാതെ പോയി കൂട്ടി കയറിക്കോളാൻ പറഞ്ഞ്. അവസാനം പട്ടി തോറ്റു, അത് കൂട്ടിലേക്ക് കയറിപ്പോവാണ്. സാമുവൽ അതിശയത്തോടെ ഇങ്ങനെ കാസ്ട്രോയെ നോക്കുന്നുണ്ട്. ഗേറ്റ് പൂട്ടിയേക്കണ കാരണം അകത്തേക്ക് കയറാൻ പറ്റണില്ല. എന്നാലും ഒരു വിധത്തിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞ് അകത്ത് കയറാണ്. നോക്കുമ്പോൾ ഇടിഞ്ഞു പൊളിയാറായ ഒരു വീട്. സാമുവൽ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ അകത്തൊരു കട്ടിൽ കാണും. വേഗം തന്നെ പൂട്ട് പൊളിച്ച് അകത്ത് കയറാൻ നോക്കുമ്പോഴേക്കും മാനുവൽ തോക്കും കൊണ്ടുവരാണ്. പോലീസാണെന്നും പറഞ്ഞ് ബാഡ്ജ് കാണിക്കുമ്പോൾ അയാൾ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? സാമുവൽ പറയും ഞങ്ങളൊരു സസ്പെക്റ്റിനെ അന്വേഷിച്ച് വന്നതാണ്, ഞങ്ങൾക്ക് അകത്തൊന്ന് കാണണം. അയാൾ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. ഡോറെന്നൊന്നും പറയാൻ പറ്റില്ല, ഷീറ്റ് ഇട്ടേക്കാണ്. അകത്ത് കയറി നോക്കുമ്പോൾ ഒരു തൊഴുത്ത് പോലെയുണ്ട് കണ്ടിട്ട്, നിറച്ചും വക്കോലും വീപ്പകളും. അപ്പം അവിടെ ഫുഡൊക്കെ ഇരിക്കണം കാണുമ്പോൾ ചോദിക്കും ഇതാരുടെയാ? അപ്പം അയാൾ പറയും എൻ്റെ കസിൻ്റെയാണ്, ഞങ്ങൾ ഹണ്ടിങ്ങിന് പോകുന്ന സമയത്തൊക്കെ അവൻ ഇവിടെയാണ് താമസിക്കാറ്, വലിയ വൃത്തിയൊന്നുമില്ല, അവനാണ് ഇങ്ങനെ അലങ്കോലാക്കി ഇടുന്നത്. അപ്പോൾ സാമുവൽ ചോദിക്കുന്നുണ്ട് നിൻ്റെ ജോലി എന്താ? അപ്പം അയാൾ പറയും വീടുകളിലൊക്കെ വാട്ടർ മീറ്റർ ചെക്ക് ചെയ്യാൻ പോകാറുണ്ട്. കഴിഞ്ഞ ആഴ്ച നിനക്കെതിരൊരു കേസ് ഉണ്ടായിരുന്നില്ലേ? അപ്പം അയാൾ പറയും അതെന്താണെന്ന് വെച്ചാൽ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചതായിരുന്നു. ഞാൻ വണ്ടിയും കൊണ്ട് വരുന്ന വഴിക്കാണ് ആ ഫോറിനറെ കണ്ടത്. അപ്പം ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവൾക്ക് എന്നോടൊരു താല്പര്യം ഉണ്ടെന്ന്, അങ്ങനെ പറ്റിപ്പോയതാ. അവർക്ക് ഈ പരിസരമൊക്കെ കണ്ടിട്ട് എന്തോ പോലെ തോന്നിയെങ്കിലും ആളെ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. രണ്ടുപേരും തിരിച്ചു പോവാണ്. അപ്പോൾ പോരണ വഴിക്ക് ഒരു കോള് വരാണ്. അപ്പോൾ കോള് വിളിച്ച ആൾ പറയും ഞാൻ ഫോറൻസിക് റിപ്പോർട്ട് അയച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ കാസ്റ്റ് പറയും നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് ചെക്ക് ചെയ്യുമ്പോൾ അതിലിങ്ങനെ ഡീറ്റെയിൽസ് എഴുതിയേക്കാണ് ആ കുട്ടിയുടെ കാലിലെ മുറിവ് പട്ടി കടിച്ചതാണ്. അതുപോലെ നഖത്തിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ മണ്ണ് പരിശോധിച്ചപ്പോൾ അതിൽ എത്തനോളിൻ്റെയും ടാർട്ടാറിക് ആസിഡിൻ്റെയും ട്രേസസ് ഉണ്ട്. സാമുവൽ വേഗം വണ്ടി നിർത്താണ്. എന്നിട്ട് പറയും അവിടെ കണ്ട വീപ്പയിലൊക്കെ ചിലപ്പോൾ വൈനായിരിക്കും, വൈനിൽ എത്തനോളും ടാർട്ടാറിക് ആസിഡും ഉണ്ട്.
ഇയാളാണ് നമ്മൾ അന്വേഷിച്ചിടന്ന ആള്. ഇവർ വേഗം തിരിച്ചു ചെല്ലുമ്പോൾ ആ പട്ടി അവിടെ വെടിയേറ്റ് മരിച്ചു കിടക്കാണ്. അപ്പോൾ അയാളാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടും പോയി. കാസ്ട്രോ പറയുന്നുണ്ട്, പേടിക്കേണ്ട, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലായിടത്തും പോലീസ് ഉണ്ടാകും, അതുകൊണ്ട് ദൂരേക്കൊന്നും പോകാൻ വഴിയില്ല. സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാണ്, ഒരു സസ്പെക്റ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട് റെഡ് കളർ മിറ്റ്സുബിഷി മൊണ്ടിറോയിൽ. എന്നിട്ട് ഇവർ ഷെഡിൻ്റെ ലോക്ക് പൊളിച്ച് അകത്ത് ചെന്ന് നോക്കാണ്. അവിടെ ചാരി വെച്ചിരുന്ന വക്യൂലും ക്യാനും ഒക്കെ മാറ്റി നോക്കുമ്പോൾ അവ ഒരു ഡോറ് കാണാണ്. അതിലൂടെ ചെല്ലുമ്പോൾ താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലണത് നേരെ ഒരു ഡോറിൻ്റെ മുമ്പിലാണ്. അപ്പോൾ അവിടെ ആ പെൺകുട്ടിയുടെ കയ്യിൽ കെട്ടി വെച്ചിരുന്ന പോലെ വക്യൂലും കൊണ്ടൊരു പാവയെ തൂക്കിയിട്ടിട്ടുണ്ട്. ആ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഒരു കുടുസുമുറി, അവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടേക്കാണ്. ചുമരിലാണെങ്കിൽ കൈ കെട്ടിയിടുന്ന കയറൊക്കെ തൂക്കിയിട്ടേക്കാണ്. ഇവർക്ക് മനസ്സിലായി സോയേനെ ഇവിടെ തന്നെയാണ് പൂട്ടിയിട്ടിരുന്നത്. ആ മുറിയിലാണെങ്കിൽ ഭയങ്കര സ്മെല്ലും. രണ്ടുപേർക്കും ഛർദ്ദിക്കാൻ വന്നിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ തന്നെ അവർക്കൊരു കോള് വരാണ്, മാനുവലിനെ കിട്ടിയെന്നും പറഞ്ഞ്. അവർ ചെന്ന് നോക്കുമ്പോൾ ഓൾറെഡി അവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. മാനുവലിൻ്റെ വണ്ടി മറിഞ്ഞു കിടക്കാണ്. അപ്പോൾ ഒരു പോലീസുകാരന് വെടിയേറ്റിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓഫീസർ പറയും, ഇയാൾ ചെക്ക് പോയിന്റ് ചാടിക്കടക്കാൻ നോക്കിയതാ, വണ്ടി മറിഞ്ഞുപോയി. അയാൾ കാട്ടിലേക്ക് ഓടിപ്പോയി. ഇപ്പോൾ സാമുവൽ പറയുന്നുണ്ട്, വണ്ടിയുടെ കിടപ്പ് മറ്റും കണ്ടിട്ട് അയാൾക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ദൂരേക്കൊന്നും ഓടിപ്പോകാൻ സാധ്യതയില്ല. അയാളെ നമ്മളെ കാണിക്കുന്നുണ്ട്, നല്ലോണം പരിക്കൊക്കെ പറ്റി മരത്തിലിങ്ങനെ ചാരിയിരിക്കുകയാണ്. ഇവരടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ ഷൂട്ട് ചെയ്യും. സാമുവൽ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല, ചുറ്റും പോലീസുണ്ട്, തോക്ക് താഴെയിട്. അയാൾക്ക് മനസ്സിലായി ഇനി രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്. ഇതൊരു തുടക്കം മാത്രമാണെന്നും പറഞ്ഞ് അയാൾ സ്വയം ഷൂട്ട് ചെയ്യാണ്. പിന്നെ കാണിക്കുന്നത് ഡേ 3 ആണ്. പോലീസും ഫോറൻസിക്കാരും വന്ന് ഈ ഡോഗ് കില്ലറിൻ്റെ വീട് പരിശോധിക്കുകയാണ്. അപ്പോൾ സാമുവലിന് മുറിയിൽ നിന്ന് ഒരു പെട്ടി കിട്ടാണ്. തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരുപാട് ചെരുപ്പുകൾ. അപ്പോഴേക്കും കമ്മീഷണർ അവിടെ എത്താണ്. രണ്ടുപേർക്ക് നല്ല നിരാശയുണ്ട്. ആദ്യം കയ്യിൽ കിട്ടിയതായിരുന്നു അയാളെ, പിന്നെ രക്ഷപ്പെട്ടു പോയതല്ലേ. കമ്മീഷണർ അകത്തേക്ക് ചെല്ലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പല സൈസിലുള്ള ചെരുപ്പുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. അപ്പോൾ കാസ്ട്രോ പറയും, അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല ഇത് ചെയ്തത്, അയാളുടെ ഒരു കസിനും കൂടിയുണ്ട്. അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട്, എത്രയും വേഗം ഈ കേസ് തീർക്കണം, മീഡിയയൊക്കെ അറിയുന്നതിന് മുൻപ്. ഇപ്പോൾ ലോക്ക്ഡൗണും കൊറോണ വൈറസൊക്കെ ആയത് കാരണം മീഡിയയൊക്കെ അതിന് പുറകിലായിരിക്കും. അതുമാത്രമല്ല, മുൻപ് വേറെ പെൺകുട്ടികളെ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. എത്രയും പെട്ടെന്ന് ആ കസിനെ കുറിച്ച് അന്വേഷിക്കുക. ഇവരന്വേഷിച്ചപ്പോൾ ആ ഡോഗ് കില്ലറിൻ്റെ കസിന് ഒരു ഫാം ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞു. അവരവിടേക്ക് ചെല്ലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പോലീസാണെന്ന് പറയും. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, അവൻ പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയോ? അപ്പോൾ സാമുവൽ പറയുന്നുണ്ട്, നിങ്ങൾ അയാളോടൊപ്പം ഹണ്ടിങ്ങിന് പോകാറുണ്ടെന്ന് അയാൾ പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ ചോദിക്കാനാണ് വന്നത്. അയാൾ പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഹണ്ടിങ്ങിന് പോയിട്ടില്ല, അഥവാ പോയാലും ഒരിക്കലും ഞാൻ അവൻ്റെ കൂടെ പോവില്ല, അവൻ ആ ഡീമൻ്റെ കൂടെയാണ് ഹണ്ടിങ്ങിന് പോകുന്നത്. സാമുവൽ ചോദിക്കും, അവൻ എവിടെയാണ് താമസിക്കണമെന്ന്. അപ്പം അയാൾ പറയും, അവനും അവൻ്റെ സഹോദരനും കൂടി ആ മർക്യൂന വർക്ക്ഷോപ്പിൽ ട്രക്ക് ഓടിക്കുകയാണ്. അവിടെ തന്നെ ഒരു ഓൾഡ് കാരവനിലാണ് അവർ താമസിക്കുന്നത്. എന്നിട്ട് ഇവർ അങ്ങോട്ട് പോകാൻ നേരത്തെ അയാൾ പറയുന്നുണ്ട്, സൂക്ഷിച്ചു പോകണം, അവൻ അത്ര നല്ല ആളൊന്നുമല്ല. അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓഫീസർ വിളിച്ചിട്ട് പറയാണ്, ഈ ഡോഗ് കില്ലറിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ലാസ്റ്റ് കോൾ വിളിച്ചേക്കണത് ഒരു സാന്റിയാഗോ മാർട്ടിനെയാണ്. ഇയാളെക്കുറിച്ചാണ് ആ ഡോഗ് കില്ലറിൻ്റെ കസിൻ പറഞ്ഞത്. ഇവർ രണ്ടുപേരും കൂടി അയാൾ താമസിക്കുന്ന ആ വർക്ക്ഷോപ്പിൻ്റെ അവിടേക്ക് ചെല്ലാണ്. നോക്കുമ്പോൾ അവിടെ ഒരു കാരവൻ കിടപ്പുണ്ട്, പക്ഷേ ആരും അവിടെ ഉള്ളതായിട്ട് തോന്നണില്ല. രണ്ടുപേരും പതുക്കെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ കാരവൻ്റെ ഡോറിൻ്റെ മുമ്പിലായിട്ട് ഈ വക്കോലും കൊണ്ടുള്ള ഒരു പാവ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കാണ്. കാരവൻ്റെ വിൻഡോസിലൊക്കെ ഈ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുന്ന കാരണം അകത്തേക്കൊന്നും കാണാൻ പറ്റണില്ല. സാമുവൽ പതുക്കെ ആ ടേപ്പ് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു എക്സ്പ്ലോഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോഴേക്കും കാസ്ട്രോ ഡോറ് തുറക്കും. സാമുവൽ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, അവിടെ നിന്ന് മാറിക്കോ. ഇവർ പുറകിലേക്ക് ഓടാണ്. പക്ഷെ അപ്പോഴേക്കും ഇത് പൊട്ടിത്തെറിക്കാണ്. ഭാഗ്യത്തിന് അവർക്ക് കാര്യമായിട്ടൊന്നും പറ്റില്ല. കമ്മീഷണർ അവിടേക്ക് എത്തുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ലോക്കൽ പോലീസും വരും. അയാൾ ചോദിക്കും, എന്താ പറ്റിയെന്ന്. അപ്പോൾ കമ്മീഷണർ പറയും, ഞങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ എന്തെങ്കിലും സഹായം വേണോ, കാരണം ഇവിടെ ഉള്ളവരെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. കമ്മീഷണർ പറയും, ഇപ്പോൾ തൽക്കാലം വേണ്ട, ഇവിടേക്ക് ആരും വരാതെ നിങ്ങൾ നോക്കിയാൽ മതി. കാസ്ട്രോ അപ്പോഴേക്കും സാന്റിയാഗോയുടെ ഡീറ്റെയിൽസ് എടുക്കും. ഇതിനു മുമ്പ് അയാളുടെ പേരിൽ ഡ്രഗ് പൊസഷൻ, അസോൾട്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസ് കേസുകളുണ്ട്. ഇയാൾക്ക് ഇതിനു മുമ്പ് ഡിസോർഡർലി കണ്ടക്റ്റിൻ്റെ പേരിൽ തെറാപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവർ ആ വണ്ടിയുടെ അകത്ത് കയറി പരിശോധിക്കുകയാണ്. കാസ്ട്രോയ്ക്ക് കുറച്ച് കുട്ടികളുടെ ഫോട്ടോസ് അവിടെ നിന്ന് കിട്ടാണ്. എല്ലാവരെയും വൈറ്റ് ഡ്രസ്സൊക്കെ ഇടിയിച്ച്. അപ്പോൾ അതിൽ 2 ആൺകുട്ടികളാണ്. കമ്മീഷണർ പറയുന്നുണ്ട്, ഇത് നമ്മൾ വിചാരിച്ചതിലും സീരിയസ് ആയിട്ടുള്ളൊരു കേസാണ്. പിന്നെ കാണിക്കുന്നത് കാർലോസിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാണ്. കുറച്ച് സീരിയസ് ആണ്. പിറ്റേ ദിവസം സ്റ്റേഷനിൽ കമ്മീഷണർ ഇവരെ വിളിപ്പിച്ചേക്കാണ്. എന്നിട്ട് പറയും, ആ ഫോട്ടോയിൽ കണ്ട 4 കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്തു. സ്പെയിനിലെ പല ഭാഗത്തു നിന്നായിട്ടാണ് ഈ കിഡ്നാപ്പിംഗ് നടത്തിയിരിക്കുന്നത്. 3 മാസത്തെ ഗ്യാപ്പിലാണ് ഓരോ കിഡ്നാപ്പിങ്ങും ചെയ്യണത്. എന്തോ റിച്വൽസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് തോന്നണേ. കാരണം ആ ഫോട്ടോയിൽ അവരിട്ടിരിക്കുന്ന ഡ്രസ്സ്, ആ ക്രൗൺ, അതുപോലെ ആ ഡോള്, കഴുത്തിലെ മാർക്കൊക്കെ ഇതാണ് സൂചിപ്പിക്കണേ. അപ്പോൾ ഒരു ലേഡി ഓഫീസർ വന്നിട്ട് പറയാണ്, സാന്റിയാഗോൻ്റെ ട്രക്ക് കണ്ടുപിടിച്ചു.
ഇവർ വേഗം അവിടേക്ക് ചെല്ലാണ്. ട്രക്ക് പരിശോധിക്കുമ്പോൾ അതിലൊന്നുമില്ല, കാലിയാണ്. ഇപ്പോൾ സാമുവൽ അതിൻ്റെ സൈഡ് ഒന്ന് ഇളക്കി നോക്കുമ്പോൾ അകത്തേക്ക് ഒരു ഡോർ കാണും. അത് തുറക്കുമ്പോൾ ആരെയോ കെട്ടിയിട്ടതിൻ്റെ കയറൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ സാമുവൽ പറയുന്നുണ്ട് ഈ ട്രക്കിലായിരിക്കും ചിലപ്പോൾ തട്ടിക്കൊണ്ട് പോണത്. നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ്റെ ആ ബ്രദറെ ഒന്ന് പോയി കാണാം. അവരങ്ങനെ ആ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലാണ്. സാമുവൽ ചോദിക്കും, നിന്റെ ബ്രദർ എവിടെയാണ്? അയാൾ പറയും, എനിക്കറിയാൻ പാടില്ല. വളരെ നിഷേധ രീതിയിലാണ് ഉത്തരമൊക്കെ പറയണത്. അയാൾ പറയും, ഞാൻ രാവിലെ മുതൽ വിളിക്കുന്നതാണ്, ഫോണൊന്നും എടുക്കണില്ല. അപ്പോൾ കാസ്ട്രോ ചോദിക്കുന്നുണ്ട്, അവൻ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലവുമില്ലേ? അയാൾ പറയും, അത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ജോലിയല്ലേ. സാമുവലിന് ദേഷ്യം വന്നിട്ട് അയാളുടെ കോളറിന് കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറയും, നിന്റെ സഹോദരൻ 5 ടീനേജേഴ്സിനെ കിഡ്നാപ്പ് ചെയ്തതിൻ്റെ സസ്പെക്റ്റ് ആണ്, അത് നിനക്കറിയാമോ എന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയും, ആ മൗണ്ടനിൽ ഒരു ഫൗണ്ടൻ ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ട് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ആശ്രമമുണ്ട്, ചിലപ്പോൾ അവിടെ ഉണ്ടാകും. പിന്നെ കാണിക്കുന്നത് കാടിനുള്ളിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ കെട്ടിടമാണ്. കുറേ പോലീസുകാരുമായിട്ട് ഇവരവിടേക്ക് ചെല്ലാണ്. ഇവരെ കണ്ടതും അയാൾ അകത്തുനിന്ന് ഷൂട്ട് ചെയ്യാണ്. ഇവരും തിരിച്ച് ഷൂട്ട് ചെയ്യും. അവസാനം അയാളുടെ കയ്യിലെ ബുള്ളറ്റൊക്കെ തീരുമ്പോൾ അയാൾ വിളിച്ചു പറയും, ബുള്ളറ്റ് തീർന്നു എന്ന്. എന്നിട്ട് അയാൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വരാണ്. ഇവർ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അയാൾ വിളിച്ചു പറയുന്നുണ്ട്, ഇതൊരു തുടക്കം മാത്രമാണെന്ന്. ഇവരതിൻ്റെ അകത്ത് കയറി നോക്കുമ്പോൾ ചുമരിൽ ഇങ്ങനെ ആ റെഡ് സർക്കിളിൽ ട്രയാങ്കിൾ സിമ്പിളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു ബലിപീഠവും അതിലൊരു വാള് നിറയെ ചോര കറകളൊക്കെയാണ്. സ്റ്റേഷനിലെത്തി സാന്റിയാഗോനെ ചോദ്യം ചെയ്യാണ്. അപ്പം അയാൾ പറയും, ഈ സൊസൈറ്റിക്ക് ഭ്രാന്താണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കുന്നത്. ഇപ്പോൾ സാമുവൽ ചോദിക്കുന്നുണ്ട്, എന്താ ഈ വൈറസ് ആണോ? അയാൾ പറയും, എല്ലാം അവസാനിക്കാറായി, അതുകൊണ്ട് ആരെങ്കിലും ഗോഡ് ഓഫ് സ്റ്റോംസ് ടെറാനസിനെ സമാധാനിപ്പിക്കണ്ടേ? സാമുവൽ ചോദിക്കുന്നുണ്ട്, സോയ്ക്ക് എന്താ സംഭവിച്ചേ? അവളെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ പോയതായിരുന്നില്ലേ? അയാൾ പറയും, കുറച്ച് ദിവസം കൂടി അതിനുണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും ആ ഡോഗ് കില്ലർ റൂൾസ് തെറ്റിച്ചു. അവളെ ഇത്തിരി നേരത്തേക്ക് കാറ്റ് ഒളിക്കാനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയതാ, ആ സമയത്താണ് അവൾ രക്ഷപ്പെട്ടത്. സാമുവൽ ചോദിക്കുന്നുണ്ട്, നീയാണോ റൂൾസൊക്കെ ഉണ്ടാക്കണത്? അയാൾ പറയും, അല്ല, അത് പെർഫെക്റ്റാണ്. അയാളെ നിങ്ങൾക്ക് ഒരിക്കലും പിടിക്കാൻ പറ്റില്ല, നിങ്ങളെക്കാളും സ്മാർട്ടാണ് അയാൾ. സാമുവൽ ചോദിക്കും, അയാളുടെ പേര് പറ, എങ്കിലും നിന്റെ പണിഷ്മെന്റ് കുറയ്ക്കാൻ പറ്റും, അത് അയാളുടെ തലയിൽ കെട്ടിവെക്കാം. അപ്പം ഇയാൾ പറയും, ഇല്ല, ഞാനിതെല്ലാം ഏറ്റെടുക്കാണ്. എന്തൊക്കെ സാമുവൽ പറഞ്ഞിട്ടും അയാൾ ആ പ്രോഫിറ്റിന്റെ പേര് പറയണില്ല. ദേഷ്യം വന്ന് സാമുവൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. പുറത്തേക്ക് പോകാൻ നിന്ന സാമുവലിനോട് അയാൾ പറയും, ഈ പ്രോഫിറ്റ് ഇതുവരെ അയാളുടെ മാസ്റ്റർ പീസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ കണ്ണുകളെല്ലാം തുറന്നു വെച്ചിരുന്നോ? ഇതൊക്കെ കാസ്ട്രോയും കമ്മീഷണറും പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കമ്മീഷണർ പറയുന്നുണ്ട്, ചിലപ്പോൾ അയാൾ വെറുതെ പറയണതാവും, നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി. ഇവർ നേരെ ഹോസ്പിറ്റലിൽ സോയയുടെ അടുത്തേക്കാണ് ചെല്ലണത്. അപ്പോൾ സോയയുടെ അമ്മയും തെറാപ്പിസ്റ്റും അവിടെ ഉണ്ടാകും. അപ്പോൾ സാമുവൽ പറയും, നമുക്ക് 2 സസ്പെക്റ്റിനെ കിട്ടിയിട്ടുണ്ട്, ഒരാൾ സൂയിസൈഡ് ചെയ്തു, മറ്റേയാൾ പോലീസ് കസ്റ്റഡിയിലാണ്, ഒരാളും കൂടി ഉണ്ടോയെന്ന് സംശയമുണ്ട്, അത് കൺഫേം ചെയ്യാൻ വന്നതാണ്. സോയയുടെ അമ്മ സാമുവലിൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ ഒക്കെ മേടിച്ചിട്ട് അകത്തേക്ക് ചെല്ലാണ്. അപ്പോൾ സോയയ്ക്ക് ബോധമൊക്കെ വീണിട്ടുണ്ട്. അകത്ത് ചെന്നിട്ട് സോയയുടെ അമ്മ ഈ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പോൾ സോയ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, മോള് പേടിക്കണ്ട, ഇവർ 2 പേരും പോലീസ് പിടിച്ചു, എത്ര പേര് അവരുണ്ടായിരുന്നു എന്ന് വെക്കും. അപ്പോൾ സോയ കൈയും കൊണ്ട് ഇങ്ങനെ 3 കാണിക്കുകയാണ്. ഇവർക്ക് മനസ്സിലായി അയാൾ വെറുതെ പറഞ്ഞോന്നല്ല, ഒരാളും കൂടെ ഉണ്ട്. പിന്നെ കാണിക്കുന്നത് കാസ്ട്രോ കാർലോസിനെ കണ്ടിട്ട് വരാണ്. അപ്പോൾ സാമുവൽ ചോദിക്കുക, എങ്ങനെയുണ്ട് ഇപ്പോൾ? കാസ്ട്രോ പറയും, കാർലോസിനെ വെന്റിലേറ്ററിൽ വെച്ചേക്കാണ്. എന്നിട്ട് ചോദിക്കുക, ആ പെൺകുട്ടിയായിട്ട് സംസാരിച്ചോ? സാമുവൽ പറയും, അവൾ 3 പേരുണ്ടെന്നാണ് പറഞ്ഞത്. അടുത്തത് അവൻ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് അവനെ കണ്ടുപിടിക്കണം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വണ്ടിയിൽ പോവാണ്. അപ്പോൾ ഒരു ഹുഡി ധരിച്ച ആള് ദൂരെ നിന്ന് ഇവരിങ്ങനെ നോക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ആ സാന്റിയാഗോ പറഞ്ഞ ഡീറ്റെയിൽസ് എടുക്കുകയാണ്. ഈ ടെറാനിസ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഓഫ് സ്റ്റോംസ് ആണ്. ഈ പണ്ട് കാലങ്ങളിൽ ഈ സമ്മർ ആൻഡ് വിൻ്ററിൻ്റെ സമയത്തൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ, കൊടുങ്കാറ്റിൻ്റെ ഒന്നും ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട് അതിനെ പ്രീതിപ്പെടുത്താനായിട്ട് ഹ്യൂമൻ സാക്രിഫൈസസ് ഒക്കെ നടത്തിയിരുന്നു. എന്നിട്ട് കമ്മീഷന് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത് ഏതോ ഒരു ഹ്യൂമൻ സാക്രിഫൈസസ് ഒക്കെ നടത്തുന്ന ഒരു സൈക്കോപാത്തിനെയാണ്. കാസ്ട്രോ പറയുന്നുണ്ട്, ഇനി 48 മണിക്കൂറും കൂടെ കഴിഞ്ഞ് സ്പ്രിങ് തുടങ്ങുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഒരു നേഴ്സ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് പോവായിരിക്കും. പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്ന് കാറിൻ്റെ കീസ് താഴെ വീഴും. അപ്പോൾ അതെടുക്കാനായിട്ട് കുനിയുമ്പോൾ നമ്മളിങ്ങനെ ആ കാറിൻ്റെ വിൻഡോസിൻ്റെ ഇതിൽ കാണിക്കുന്നുണ്ട്, ബാക്കിൽ ഒരു ഹുഡി വെച്ച ഒരാൾ അവിടെ വന്ന് നിൽക്കണത്. പോലീസ് സ്റ്റേഷനിൽ സാമുവലും കാസ്ട്രോയും കൂടി ആ ഡോഗ് കില്ലറിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിലൊരു സ്കൂൾ ഫോട്ടോ പോലെ ഒരെണ്ണം കാണും. അപ്പോൾ സാമുവൽ പറയുന്നുണ്ട്, നോക്ക്, ഇതിൽ ആ ഡോഗ് കില്ലറിൻ്റെയും സാന്റിയാഗോയുടെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഇവർ ചെറുപ്പത്തിൽ അറിയുന്നവരാണ്. കാസ്ട്രോ പറയാൻ, ഞാനൊരു കോഫി കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് പോവുകയാണ്. കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ റോഡിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ ഒരു ഹുഡി വെച്ച ഒരാൾ മുകളിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കണമാണ്. എന്തോ സംശയം തോന്നി ഓടി താഴേക്ക് ചെല്ലാണ്. കാസ്ട്രോയെ കണ്ടതും അയാളോടും. കാസ്ട്രോ പുറകെ പോയിട്ട് ഗണ്ണ് ചൂണ്ടിയിട്ട് തിരിയാൻ പറയും. നോക്കുമ്പോൾ അതൊരു പെൺകുട്ടിയായിരിക്കും. അവളിങ്ങനെ പതുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. വേഗം തന്നെ ID കാണിക്കാൻ പറയും. അപ്പോൾ നോക്കുമ്പോൾ പേര് ലിഡിയ വേഗ എന്നാണ്.
വേറെ ഐഡിയിൽ വല്ല കുഴപ്പമൊന്നും കാണാത്ത കാരണം തിരിച്ചത് കൊടുത്തിട്ട് പറയും കോവിഡ് ആണെന്ന് അറിഞ്ഞൂടെ, എന്തിനാ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണേ, വീട്ടിലേക്ക് പോകാൻ പറയും. പക്ഷെ അവളുടെ മുഖം കണ്ടറിയാം എന്തോ അവൾക്ക് പറയാനുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേക്കാണ് കാസ്ട്രോ. അപ്പോൾ ഓഫീസിൽ തന്നെയാണ്, വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അവിടെ സാമുവൽ ഒരു നോട്ട് എഴുതി വെച്ചേക്കണ കാണാണ്, അമ്മ മരിച്ചു എന്നും പറഞ്ഞു. സാമുവൽ ഓടിപ്പിടിച്ച റിട്ടയർമെൻറ്റ് ഹോമിൻ്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും അവർ ബോഡി മാറ്റാണ്. ആ ഹോമിൽ ആർക്കോ കോവിഡ് വന്നു. അപ്പോൾ 3-4 പേര് ഇൻഫെക്റ്റഡ് ആയിട്ട് മരിച്ചുപോയി. അപ്പോൾ അത് കാരണം സാമുവലിൻ്റെ ബോഡി കാണിക്കില്ല. അവരുടെ കൈയൊക്കെ തട്ടി മാറ്റി പോലീസാണെന്നും പറഞ്ഞ് ആംബുലൻസ് തുറന്നു നോക്കുമ്പോൾ 3-4 പെട്ടികളാണ് വച്ചേക്കണേ. ഏതാണെന്ന് അറിയാതെ നമുക്ക് തുറക്കാനും പറ്റില്ലല്ലോ. പാവം, അവസാനം അമ്മയും കാണാൻ പറ്റിയില്ല. ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഒരു ഫോൺ വരണത്. ഞാനിപ്പോൾ വരാമെന്ന് പറയും. നേരെ ചെല്ലേണ്ടത് ആ നേഴ്സിനെ കാണാതായ സ്പോട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഓൾറെഡി പോലീസും കാസ്ട്രോയൊക്കെ ഉണ്ട്. സാമുവലിനെ കണ്ട വഴി കാസ്ട്രോ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്, സാരമില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയും 20 വയസ്സുള്ള ഒരു നേഴ്സിനെ ഇന്നലെ കാണാതായത്. അവളുടെ തന്നെ വണ്ടിയിലിട്ടാണ് കൊണ്ടുപോയേക്കണത്. അയാളാവാനാണ് സാധ്യത. ആകെ അമ്മയെ കാണാൻ പറ്റാത്ത ദേഷ്യവും സങ്കടത്തിൽ നിൽക്കുമായിരുന്നു. സാമുവൽ കാസ്ട്രോയുടെ അടുത്ത് വരാൻ പറയും. ഇവർ വേഗം തന്നെ സാൻഡിയോ അങ്ങനെ വച്ചിരിക്കുന്ന സ്റ്റേഷനിലേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയും തെളിവെടുപ്പിനൊന്ന് കൊണ്ടുപോകണമെന്ന് പറയും. അയാളെയും കൊണ്ട് ആ കാട്ടിൽ ആശ്രമത്തിലേക്ക് പോവാണ്. അപ്പോൾ കൂടെ കാസ്ട്രോയും വേറെ 2 പോലീസുകാരുണ്ട്. അവരെ പുറത്ത് നിർത്തിയിട്ട് ഇയാളെയും കൊണ്ട് അകത്തേക്ക് ചെല്ലാണ്. സാമുവൽ അവിടെ വെച്ച് അയാളോട് പ്രോഫിറ്റിൻ്റെ പേര് വയ്ക്കും. അയാളാണെങ്കിൽ ഇവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ കുട്ടികളുടെ കരച്ചിൽ കേൾക്കണമായിരുന്നു. ആൺകുട്ടികളാണ് കൂടുതൽ അലറിക്കരയണത്. ദേഷ്യം വന്ന സാമുവൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ വടി എടുത്തിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും പറഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് നീ ജീവനോടെ പോവില്ല. അപ്പോൾ സാന്റിയാഗോ പറയുന്നുണ്ട് അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ല. സാമുവൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് അയാളുടെ മുഖത്തിട്ട് ശ്വാസം മുട്ടിക്കുകയാണ്. എന്നിട്ടും ഒരു രക്ഷയില്ല. അവസാനം ഗണ്ണെടുത്ത് കാലിൽ വെടിവെക്കും. കാസ്ട്രോ വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. കാസ്ട്രോനെ തള്ളിയിടും. പുറത്തുനിന്ന് പോലീസുകാർ ഒച്ചയിട്ട് വന്ന് നോക്കുമെങ്കിലും അവരെ ഓടിച്ചു വിടും. ആകെ കലിത്തുള്ളിയാണ് സാമുവൽ നിൽക്കുന്നത്. അപ്പോഴേക്കും കമ്മീഷണർ വരും. ആരോട് ചോദിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ച് വഴക്ക് പറയും. എന്നിട്ട് പറയും നിന്നെ ഞാൻ ഇപ്പം തന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാണ്. സാമുവൽ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെ കാണിക്കുന്നത് ആശുപത്രിയിൽ തെറാപ്പിസ്റ്റ് സോയയുടെ അമ്മയുടെ അടുത്ത് പറയും നമുക്കൊന്നും കൂടി അവളോട് ചോദിച്ചു നോക്കാം. ഇന്നലെ രാത്രി ഈ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൂടി തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. സോയയുടെ അമ്മ സമ്മതിക്കില്ല. എൻ്റെ മോൾ ഒരുപാട് അനുഭവിച്ചതാ, ഇനി ഒന്നും അവളെ ഓർമ്മിപ്പിക്കാൻ പറ്റില്ല. അവൾ പറഞ്ഞല്ലോ 3 പേരുണ്ടെന്ന്, ഇനി കൂടുതൽ ഒന്നും ചോദിക്കണ്ട. അവളെല്ലാം മറക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ എന്തൊക്കെ പറഞ്ഞിട്ടോ അവർ സമ്മതിക്കില്ല. അവർ സോയയുടെ മുറിയിലേക്ക് കയറിപ്പോകും. പുറത്തുനിന്ന് ഡോക്ടർ നോക്കുമ്പോൾ അകത്ത് നഴ്സുമാർ സോയയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് സോയയുടെ കഴുത്തിൻ്റെ ബാക്കിലുള്ള ആ സിമ്പൽ ഡോക്ടർ ശ്രദ്ധിക്കുന്നത്. അത് തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ സാധനങ്ങളൊക്കെ എടുത്ത് സാമുവൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ ബോർഡിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച മിസ്സിംഗ് ആയ കുട്ടികളുടെ ഫോട്ടോസ് കാണുന്നത്. അത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അതിലൊരു ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ എന്തോ ആലോചിക്കുന്നുണ്ട്. അന്ന് ഡോഗ് കില്ലറുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്കൂൾ ഫോട്ടോ എടുക്കുകയാണ്. അപ്പം അതിൽ ഒരു സാറിൻ്റെ കൂടെ കുറേ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോഴാണ് ആ സാറിൻ്റെ കഴുത്തിൽ മാല നോക്കണത്. അത് എന്തോ ഒരു വൈക്കോല് കൊണ്ടുള്ള ഒരു പാവയുടെ ഷേപ്പിലുള്ള ഒരു മാലയാണ്. പിന്നെ കാണിക്കുന്നത് സാമുവൽ റാമോസിനെ കാണാൻ ചെന്നേക്കാണ്. എന്നിട്ട് പറയും എനിക്കൊരു സഹായം വേണമെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിക്കും. 25 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഫോട്ടോയാണ്. ഇതിൽ ഈ സാറ് അയാൾ അറിയാമോ എന്ന് വയ്ക്കും. അപ്പോൾ റാമോസ് പറയും അറിയാം, ഇയാളെ എല്ലാവരും പ്രോഫിറ്റ് എന്നാണ് വിളിക്കുന്നത്. കുട്ടികൾക്കാണെങ്കിൽ അയാളെ ഭയങ്കര ഇഷ്ടമാണ്. അയാളിപ്പോൾ താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയില്ല. അയാളുടെ ഫാദർ ഈ ഇൻഫ്യൂസ്റ്റോൻ്റെ അടുത്താണ് താമസിക്കുന്നത്. റാമോസ് പറയും ഒരു കാര്യം ചെയ്യാം, ഞാനും വരാം, എനിക്ക് ആ സ്ഥലമൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ അവർ 2 പേരും കൂടി അവിടേക്ക് പോവാണ്. പിന്നെ കാണിക്കുന്നത് കാസ്ട്രോ ഡോക്ടറെ കാണാൻ വന്നേക്കാണ്. ഡോക്ടർ കാസ്ട്രോയെ വിളിച്ചിരുന്നു ഒന്ന് കാണണമെന്നും പറഞ്ഞു. ഡോക്ടർ പറയും ഞാൻ ഇന്നലെയാണ് സോയയുടെ കഴുത്തിൽ ആ സിമ്പൽ കാണുന്നത്. എൻ്റെ സെൻറ്ററിൽ ട്രീറ്റ്മെൻറ്റിലുള്ള ഒരു കുട്ടിയുടെ ചെസ്റ്റിൽ ഇതുപോലത്തെ ഒരു സിമ്പലുണ്ട്. കാസ്ട്രോ ചോദിക്കും അവളുടെ പേരെന്താ? അപ്പോൾ ഡോക്ടർ പറയും പേര് ലിഡിയ വേഗ. അപ്പോഴാണ് കാസ്ട്രോ ഓർക്കുന്നത് അന്ന് ആ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഹുഡി വെച്ച് ധരിച്ച ആ പെൺകുട്ടിയുടെ പേര് ലിഡിയ എന്നായിരുന്നു. റാമോസ് സാമുവലും ആ വീട്ടിലെത്താണ്. അവിടെ ആ നേഴ്സിൻ്റെ കാറ് കിടപ്പുണ്ടാവും. സാമുവൽ കാസ്ട്രോയ്ക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്, ഇതുപോലെ ഇന്ന വീട്ടിലേക്ക് പോവുകയാണ്, ഓഫീസർ റാമോസിൻ്റെ കൂടെയാണ് പോണേന്നും പറഞ്ഞ് ആ ലൊക്കേഷനും അയച്ചു കൊടുക്കും. പിന്നെ കാണിക്കുന്നത് കാസ്ട്രോ ആ പെൺകുട്ടിയുമായി സംസാരിക്കുകയാണ്. അപ്പോൾ അവൾ പറയും ഞാൻ 17 വയസ്സുള്ളപ്പോൾ വീട് വിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ആരും പോകാത്ത ആ മൈനിൻ്റെ അവിടെ കുറച്ച് ഹിപ്പികളുടെ കൂടെയായിരുന്നു താമസം. ഡ്രഗ്സും മറ്റുമായിട്ടൊരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. ഒരു ദിവസം പ്രോഫിറ്റ് എന്ന് വിളിക്കുന്ന ആൾ എന്തോ ഒരു റിച്വൽസ് എന്നിൽ ചെയ്യാൻ നോക്കി. കൂടെ ഉണ്ടായിരുന്ന ആൾ തടഞ്ഞതുകൊണ്ടാണ് അന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ഇതിനിടയിൽ സാമുവലും റാമോസും കൂടി ആ വീടിനകത്ത് കയറി പരിശോധിക്കുമ്പോൾ അവിടെ ഒരു കട്ടിലിൽ ഒരു മസ്തികൂടം കിടക്കുകയാണ്. മരിച്ചിട്ട് കുറേ നാളായി.
കാസ്ട്രോ ആ പെൺകുട്ടിയോട് അയാളുടെ പേര് ചോദിക്കും. അപ്പോൾ ആ കുട്ടി പറയും അയാൾ ഇൻഫ്യസ്റ്റോയിൽ നിന്നാണ് വരുന്നത്, അയാളുടെ സെക്കൻഡ് നെയിം റാമോസ് ആണ്. അപ്പോഴാണ് കാസ്ട്രോ ഓർക്കുന്നത് സാമുവൽ പോയിരിക്കുന്നതും ഓഫീസർ റാമോസിന്റെ കൂടെയാണ്. പിന്നെ കാണിക്കുന്നത് സാമുവൽ പുറത്തിറങ്ങി വൊമിറ്റ് ചെയ്യാണ്. അപ്പോഴേക്ക് കാസ്ട്രോ വിളിച്ചിട്ട് പറയും ഓഫീസർ റാമോസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആള്. സാമുവൽ ഗണ്ണെടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും റാമോസ് സാമുവലിനെ ഷൂട്ട് ചെയ്യാണ്. കാസ്ട്രോയും പോലീസുകാർ അവിടെ എത്തുമ്പോഴേക്കും സാമുവലും മരിക്കും. കാസ്ട്രോയ്ക്ക് ആകെ സങ്കടമാവുക. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം തന്നെ കാസ്ട്രോയും ഒരു കൂട്ടം പോലീസുകാരും കൂടി ആ മൈനിൻ്റെ അവിടേക്ക് ചെല്ലാണ്. അപ്പം അകത്തൊക്കെ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അപ്പം മേളിൽ നോക്കുമ്പോൾ താഴെ ഒരു ഷെഡ് പോലെ കാണാണ്. അവിടെ നിന്ന് അലാറം കേൾക്കാം. അവിടെ ചെന്നിട്ട് ഒരു ലിഫ്റ്റിൽ കയറി താഴേക്ക് പോവാണ്. കുറേ താഴേക്ക് പോയി കഴിയുമ്പോൾ ഏറ്റവും അടിയിലെത്തും. അവിടെ നിന്ന് നടക്കുമ്പോൾ ദൂരെ നിന്നൊരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കാം. അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആരോ ഷൂട്ട് ചെയ്യും. കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. കാസ്ട്രോയും തിരിച്ച് ഷൂട്ട് ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒച്ചയൊന്നും കേൾക്കണില്ല. ആള് തോക്കും പിടിച്ച് മുമ്പിലേക്ക് നടക്കാണ്. അപ്പം അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ കൈയും കാലും വായും ഒക്കെ കെട്ടി വെച്ചേക്കാണ്. ചുറ്റും മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പുറകിലെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്, പക്ഷെ വായ കെട്ടിവെച്ചത് കാരണം വ്യക്തമാവണില്ല. കാസ്ട്രോ തിരിയുമ്പോഴേക്കും റാമോസ് ഷൂട്ട് ചെയ്യാണ്. ഒരു പ്രത്യേക തരം ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആള് വരുന്നത്. രണ്ടാമത് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോഴേക്കും കാസ്ട്രോ ഗണ്ണെടുത്തിട്ട് റാമോസിനെ ഷൂട്ട് ചെയ്യും. റാമോസ് അവിടെ വെച്ച് മരിക്കും. പിന്നെ കാണിക്കുന്നത് കാർലോസിനെ കാണാൻ ആശുപത്രിയിലെത്താണ് കാസ്ട്രോ. ആൾക്കിപ്പോൾ ഭേദമായിട്ടുണ്ട്. പുറത്ത് എന്തോ ശബ്ദം കേട്ട് നോക്കുമ്പോൾ ആംബുലൻസിൽ ആൾക്കാരെ കൊണ്ടുവരികയാണ് ആശുപത്രിയിലേക്ക്. അതുപോലെ മരിച്ച ആൾക്കാരെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത സിനിമയുമായി വേറെ വീഡിയോയിൽ കാണാം.